ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ വ്ലോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ തംബ്നെയിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഞങ്ങൾ ഒരു സ്ഥലം വരെ പോവുകയാണ്. ഞങ്ങളെന്ന് പറയുമ്പോൾ അതിനകത്ത് ഈ ഇദ്ദേഹം ഇല്ല, ഞാനും യുവിക്കുട്ടനും മാത്രം. അപ്പോൾ ഞാനും യുവിക്കുട്ടനും ആദ്യമായിട്ടാണ് കേട്ടോ ഒറ്റയ്ക്ക് കുറച്ച് ദൂരം ട്രാവൽ ചെയ്യാൻ പോകുന്നത്. അതും ഫ്ലൈറ്റില്ല. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും ഞാൻ ഇപ്പം പറയുന്നില്ല, അത് നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ഞങ്ങളിപ്പോൾ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഇപ്പോൾ സമയം എന്തായി? ഇപ്പോൾ സമയം 3:30. ഞങ്ങൾ വീട്ടിൽ നിന്ന് 2:30 ആയപ്പോൾ ഇറങ്ങിയതാണ്. ഒരു 5:30 ഒക്കെ ആകുമ്പോൾ എയർപോർട്ട് എത്തും. നമുക്കിന്ന് ഇവിടെ രാത്രി 8:50 ഇവിടുത്തെ 8:50 ഫ്ലൈറ്റ്. അപ്പോൾ ഒരു 5:50 ആകുമ്പോൾ നമ്മൾ എത്തിയാൽ മതി. അതുകൊണ്ട് നമ്മൾ 5:30 ആകുമ്പോൾ എത്തും. സോ കുഴപ്പമില്ലാന്ന് വിചാരിക്കും. യുവിക്കുട്ടനാണെങ്കിൽ ബാഗിലിരുന്ന് ഭയങ്കര ഉറക്കം. അവൻ ഉറങ്ങട്ടെ, അവന് എയർപോർട്ട് എത്തുമ്പോഴത്തേക്ക് ഉറങ്ങി എണീറ്റില്ലെങ്കിൽ പിന്നെ എനിക്കൊന്നും പറ്റത്തില്ല. എനിക്ക് ഭയങ്കര പാടായിരിക്കും, ഭയങ്കര നിർബന്ധമായിരിക്കും അവന്. അപ്പോൾ ഉറങ്ങട്ടെ എന്ന് കരുതി ഞാനും പോവാണ്. സമാധാനം എന്നൊക്കെ പറയും ഗൈസ്. രാവിലെ ഇരുന്ന് കരഞ്ഞു ഗൈസ്. ആ വീഡിയോ എന്തെങ്കിലുണ്ട്, ഞാൻ അതും കൂടി ഞാൻ കാണിയട്ടെ. ഞാൻ നോക്കിയപ്പോ രാത്രി 1:30 കരഞ്ഞ് എന്റെ കൂടെ ഫോട്ടോ എടുത്ത് ആ ഫോട്ടോ കാണിച്ച് രാവിലെ കരയിച്ചതാണ്. നിങ്ങൾക്ക് ഇക്ക കരയുന്ന വീഡിയോ വേണമെന്നുള്ളവർ കമന്റ് ചെയ്യുക. ഞാനപ്പോ അത് ഷോർട്സ് ആയിട്ടിടാം. ഇത് ചരിത്രമാണ്, നമുക്ക് മാത്രം കാണാവുന്നതാണ് വീഡിയോ എടുത്തത്. അപ്പൊ ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണ്. ഇനിയിപ്പോ നമുക്ക് എയർപോർട്ടിൽ എത്തിയിട്ട് കാണാം. അങ്ങനെ ഞങ്ങൾ ഇതാണ്ട് എയർപോർട്ടിലെത്തി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്യൂവിൽ നിൽക്കുവാണ്. വലിയ തിരക്കൊന്നുമില്ല. ഇക്ക ആണെങ്കിൽ പാർക്കിങ്ങിൽ കാറ് പാർക്ക് ചെയ്തിട്ട് ഞങ്ങളുടെ കൂടെ വന്നു. കാര്യം എനിക്ക് അവനെയും കൊണ്ട് ഒറ്റയ്ക്ക് ലഗേജൊക്കെ ഇടാൻ ഭയങ്കര പാടായിരിക്കുമല്ലോ. അപ്പം ഇക്കായും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ചെക്കിനെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നിൽക്കുകയാണ് ഇവിടെ. യുവിക്കുട്ടനെ ആണെങ്കിൽ വാപ്പി ഡയപ്പർ മാറ്റാൻ കൊണ്ടുപോയിക്കുക. ഞാനിവിടെ വെയിറ്റ് ചെയ്യണം അവർ വരാൻ വേണ്ടിയിട്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് നേരെ ഗേറ്റിലോട്ട് പോകണം. ഗേറ്റ് ഇതുവരെ എത്താമെന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ നേരത്തെ വന്നേ. അപ്പം നമ്മൾ ലോഞ്ച് ആക്സസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് പോകാനും. അങ്ങനെ വാപ്പി താണ്ട് യുവിക്കുട്ടൻ്റെ ഡയപ്പറൊക്കെ മാറ്റിയിട്ട് തിരിച്ചു വന്നു. വാപ്പി ഞങ്ങൾ പോവാ. വിഷമമൊന്നുമില്ലേ? പിന്നെ കരഞ്ഞതിൻ്റെ ബാക്കി ഇനി കരയാനില്ല. രാവിലെ കരഞ്ഞു കഴിഞ്ഞു. ഇവൻ ഈ ഇക്കാനെ കാണാതെ ഇരിക്കുമെന്നാ എൻ്റെ ഇപ്പം ടെൻഷൻ. ഇയാളിപ്പോൾ ടോയ്ലറ്റിലോട്ട് പോയില്ലേ? അപ്പം ഭയങ്കര നിലവിളിയായിരുന്നു ഇവിടെ. നീ പോയപ്പോ ഞാൻ കാണാതെ പോവാം. ഇങ്ങനെ ചിരിച്ചു കളിച്ച് നിൽക്കുന്നെങ്കിൽ ഇക്കാക്ക് ശരിക്കും നല്ല വിഷമമുണ്ട് ഞങ്ങൾ പോകുന്നതിൽ. ഏറ്റവും കൂടുതൽ വിഷമം യുവിക്കുട്ടിൻ്റെ പിരിയുന്നതിനാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. കാര്യം അങ്ങനെയാണ് അവരുടെ ബോണ്ടിങ്. അവൻ ജനിച്ചപ്പം മുതലേ അവൻ്റെ A to Z കാര്യങ്ങൾ നോക്കി നിൽക്കുകയാണ്. അത് ഞങ്ങളെ അവിടെ അടുത്തറിയാവുന്ന ഞങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ ശനി ഞായറൊക്കെ വന്നു കഴിഞ്ഞാൽ ഇക്കാക്ക് ഷിഫ്റ്റ് പോകണ്ട. അപ്പോൾ ആ ടൈമിൽ എനിക്ക് ഫുള്ള് റെസ്റ്റാണ്. അവനെ കുളിപ്പിക്കുന്നതും ഡയപ്പർ ചേഞ്ച് ചെയ്യുന്നതും എല്ലാം ഫുഡ് കൊടുക്കുന്നതും എല്ലാം ഇക്കാണ്. യുവിക്കുട്ടിനെ തിരിച്ച് അങ്ങനെയാണ് കേട്ടോ. അത് ഞങ്ങളുടെ വ്ളോഗുകൾ കാണുന്ന എല്ലാവർക്കും മിക്കപ്പോഴും മനസ്സിലാവും. കാര്യം ഇക്ക ഒന്ന് മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൻ ഇക്കാലത്ത് തന്നെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഈ ഒരു വീഡിയോ ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കൈ തട്ടി അറിയാതെ ഷൂട്ടായതാണ്. അപ്പോൾ എനിക്കത് ക്യൂട്ടായിട്ട് തോന്നിയതുകൊണ്ടാണ് ഞാനിത് യൂട്യൂബിൽ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോയിട്ട് വരാം. ബൈ ബൈ. ഏയ് നോക്കിപ്പോ പോട്ടെ. വാപ്പി പോയതൊന്നും ഓൻ അറിഞ്ഞിട്ടില്ല. പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് ആള് അങ്ങ് നോക്കി. ആദ്യം ഒന്ന് കരഞ്ഞായിരുന്നു, പിന്നെ നോക്കിയായി. അപ്പോൾ ഇനി ലോഞ്ചിൽ പോയിട്ട് ഇരുന്നിട്ട് 7:50 ആകുമ്പോഴേ നമ്മുടെ ഗേറ്റ് നമ്പർ കാണിക്കത്തുള്ളൂ. അപ്പോഴത്തേക്ക് നമുക്ക് പോയത്. ഇപ്പം 6:50 ആവുന്നതിന് ഏകദേശം 1 മണിക്കൂറേ ഉള്ളൂ. അപ്പോൾ 1 മണിക്കൂർ അവിടെ ഇരുന്ന് എന്തെങ്കിലും ഫുഡൊക്കെ കഴിച്ചിട്ട് ഗേറ്റിലോട്ട് പോകണം. അങ്ങനെ ഞങ്ങൾ നാണ്ടെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഗേറ്റിന് മുന്നിൽ വന്ന് വെയിറ്റ് ചെയ്യുവാണ്. യുവിക്കുട്ടൻ നാണ്ടെ പുറത്തോട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലേ. ഞങ്ങൾക്ക് പോകാനുള്ള ഫ്ലൈറ്റാണ് കേട്ടോ ഈ വന്ന് കിടക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരു 30 മിനിറ്റ്സിനുള്ളിൽ നമ്മൾ ബോർഡിങ് സ്റ്റാർട്ട് ചെയ്യുമായിരിക്കും. യുവാൻ അവിടെ ഇരുന്ന് എൻജോയ് ചെയ്ത് ഫ്ലൈറ്റൊക്കെ പോകുന്ന നോക്കിക്കൊണ്ടിരിക്കുകയാണ്. യുവിക്കുട്ടൻ മാക്സിമം ചട്ടമ്പിത്തരം കാണിക്കുകയാണ് ഇവിടെ. ഫ്ലൈറ്റിൽ കയറുന്നതിന് തൊട്ട് മുന്നേ കൊടുക്കാനായിട്ട് ഞാൻ അവന് കുറച്ച് ഫുഡ് പാക്ക് ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ കുടിപ്പിച്ച് ഞാനിവിടെ ഇരുത്തേക്കാണ്.
പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് അവൻ സ്ട്രോളറിലൊന്നും ഇരിക്കുന്നില്ല. അപ്പം ഞാൻ ഇറക്കി നിർത്തി കുറച്ച് കളിപ്പിക്കാമെന്ന് കരുതി. അപ്പോൾ കുറച്ച് ടയേർഡാക്കിയിട്ട് ഫ്ലൈറ്റിൽ കയറ്റുവാണെങ്കിൽ പിന്നെ പാല് കുടിച്ചങ്ങ് ഉറങ്ങിക്കോളുമല്ലോ എന്ന് കരുതി. ഞാൻ ആദ്യമായിട്ടാണല്ലോ ഒരു ലോങ് ഫ്ലൈറ്റ് ഇവനുമായിട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് ഇതുവരെ തോന്നിയില്ല. കാര്യം മേ ബി ഇക്ക വന്ന് എനിക്ക് ലഗേജൊക്കെ വിട്ട് തന്നതുകൊണ്ടായിരിക്കാം. അവിടെയാണല്ലോ ഇച്ചിരി നേരം നമ്മൾ നിൽക്കേണ്ട സമയം. അപ്പോൾ അതുകൊണ്ടായിരിക്കും എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നുന്നത്. അത് കഴിഞ്ഞിട്ട് എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടൊന്നും തോന്നില്ല. കുറച്ച് നേരം അവൻ്റെ കൂടെ ഇങ്ങനെ നിന്ന് കളിച്ച് അവന് ഫുഡൊക്കെ കൊടുത്തപ്പം അവനും ഓക്കെ ആയിരുന്നു. ഇനി ഫ്ലൈറ്റിലെ കാര്യം എന്തുവാന്ന് കയറുമ്പോഴേ അറിയാനൊക്കും. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറിയിരുന്നു ഗൈസ്. അല്ലേ ഗൈസ്, ചട്ടമ്പി ആവരുത് പ്ലീസ്. ഇത് ഓക്കെ മമ്മി ഹഗ് ചെയ്തേ, മമ്മി ഹഗ് ചെയ്തേ. പിള്ളേർക്ക് പൊതുവേ ഉള്ളൊരു ശീലമാണല്ലോ, ഞാൻ മിക്ക പിള്ളേരിലും കണ്ടിട്ടുണ്ട് ഈ അടിക്കുന്ന സംഭവം. അടി കിട്ടിയിട്ട് ഞാൻ സൈലൻ്റ് ആയിട്ടാണ് കേട്ടോ ഇപ്പോൾ ഇരിക്കാറ്. ആദ്യമൊക്കെ ഞാൻ അതിന് റിയാക്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്കത് ഭയങ്കര കൂടുതലായിട്ട് തോന്നി. പിന്നെ നമ്മൾ നോ പറഞ്ഞാലും അവൻ ചിരിച്ചുകൊണ്ട് വീണ്ടും അത് കൂടുതലായിട്ട് തോന്നി. ഇപ്പം ഞാൻ സൈലൻ്റ് ആയിട്ട് ഇരിക്കുമ്പോഴും 2 അടി തന്നിട്ട് അവൻ തന്നെ നിർത്താറുണ്ട്. അതുകൊണ്ട് കിട്ടുന്ന അടിയെല്ലാം വാങ്ങിച്ച് സൈലൻ്റായിട്ട് അനങ്ങാണ്ടിരിക്കലാണ് എൻ്റെ ഇപ്പോഴത്തെ ഒരു സ്ഥിതി. അപ്പോൾ തൻ്റെ ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാൻ പോവാണ്. യുവിക്കുട്ടനാണെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വയ്യാതെ അപ്പുറം അപ്പുറമൊക്കെ നോക്കിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ ഇവനെ പാല് കൊടുത്ത് ഉറക്കണം. കാര്യം ഇവൻ ഇപ്പോഴേ ഉറക്കത്തിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും അവൻ ഫ്ലാറ്റായി. അവർ ബാസ്നെറ്റ് കൊണ്ട് തന്നതുകൊണ്ട് പിന്നെ അതിൽ കിടത്തി. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. ഇനി ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ എന്ന് കരുതിയിരുന്നപ്പോഴത്തേക്ക് താട്ടെ നമ്മുടെ ഡിന്നർ കൊണ്ടുവന്നു. അപ്പോൾ ഇനി ഡിന്നർ കഴിക്കണം. അപ്പോൾ ഡിന്നറിന് ഈ ചിക്കൻ ബിരിയാണിയും ഈ കാണുന്ന വെജീസും ഡെസേർട്ടും ഈ ബന്നുമാണ് കേട്ടോ അവർ തന്നത്. അങ്ങനെ ഒരു സുഖം ഉറക്കത്തിന് ശേഷം എണീറ്റ് നോക്കിയപ്പോൾ താണ്ടെ 6 മണിക്കൂർ കഴിഞ്ഞു. ഇനി 1 മണിക്കൂർ കൂടെ ഉള്ളൂ ലാൻഡ് ചെയ്യാനായിട്ട്. യുവിക്കുട്ടനെ നോക്കിയപ്പോൾ അവൻ ഇപ്പോഴും നല്ല ഉറക്കം. ബാസ്നെറ്റ് പ്രൊവൈഡ് ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര ഗുണങ്ങളുണ്ടായിരുന്നു. എനിക്ക് നന്നായിട്ടൊന്ന് റെസ്റ്റ് എടുക്കാൻ പറ്റി. ഓൾ ഫ്ലൈറ്റ് ഞാൻ നല്ലപോലെ ഒന്ന് ഉറങ്ങി. അവൻ അതിൽ തന്നെ കിടക്കുമായിരുന്നു. ഇനിയിപ്പം 1 മണിക്കൂറും കൂടെ ഉള്ളൂ ലാൻഡ് ചെയ്യാൻ. ഇനി ലാൻഡിങ്ങിന് ഒരു 45 മിനിറ്റ്സേ ബാക്കിയുള്ളൂ. അപ്പോഴത്തേക്കും താണ്ടെ യുവിക്കുട്ടൻ എണീറ്റിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ അവനെ കൊണ്ട് ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്ത് വേറെ ഡ്രസ്സൊക്കെ ആക്കി സെറ്റ് ചെയ്ത് കുറച്ച് കൂടെ പാലൊക്കെ കൊടുത്തിരുത്തേക്കാണ്. അപ്പം നല്ലപോലെ ഒന്ന് ഉറങ്ങി എണീറ്റതിൻ്റെ ഉഷാറിലാണ് ആശൻ. അല്ലെങ്കിൽ ഇപ്പം ഭയങ്കര നിർബന്ധവും ബഹളവും ഒക്കെ ആയിരുന്നു. കുട്ടികളുമായിട്ട് ട്രാവൽ ചെയ്യുന്നവർ, പ്രത്യേകിച്ച് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നവർ നൈറ്റ് ഫ്ലൈറ്റ് ചൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അത്യാവശ്യം രാത്രി ഉറങ്ങുന്ന കുട്ടികളാണെങ്കിൽ അവർ ആ നൈറ്റ് ഫുള്ള് കിടന്ന് ഉറങ്ങിക്കോളും. അപ്പോൾ നമുക്കും നല്ല റെസ്റ്റ് കിട്ടും. അപ്പോൾ ഇനി താണ്ട ലാൻഡിങ്ങിൻ്റെ സമയമായി. താഴെ ചെന്ന് ബാഗേജൊക്കെ കളക്ട് ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ താണ്ട ബാഗൊക്കെ കളക്ട് ചെയ്ത് ട്രോളിക്കകത്ത് വെച്ചു. യുവിക്കുട്ടനെ എന്നെ മണ്ടേ കയറ്റി ഇരുത്തി ഞങ്ങളിനി പുറത്തോട്ട് ഇറങ്ങാൻ പോവാണ്. അയ്യോ, ഞാൻ വന്ന കാര്യം പറഞ്ഞില്ലല്ലോ. ഞാൻ എവിടെ വന്നേന്ന് പറഞ്ഞില്ലല്ലോ. നമ്മളിപ്പോൾ എവിടെ യുവിക്കുട്ടാ? ഞങ്ങളിപ്പോൾ ഒമാനിലാണ് ഗൈസ്. എൻ്റെ വാപ്പായും ഉമ്മായും അനിയനും കൂടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ കുറച്ച് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്യാൻ വന്നതാണ്. അപ്പോൾ അവർ പുറത്ത് കാണും. അപ്പോൾ എനിക്ക് പുറത്തോട്ട് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് തോന്നില്ല. കാര്യം ഇതെല്ലാം ഒറ്റയ്ക്കാണ് ഹാൻഡിൽ ചെയ്യുന്നത്. അപ്പോൾ സച്ചു ഓടുന്ന വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഞാൻ ആഡ് ചെയ്യാം ഗൈസ്. ഓക്കെ. ഹലോ ഗൈസ്, അങ്ങനെ ഞങ്ങൾ സേഫ് ആയിട്ട് മസ്കറ്റിൽ എത്തിയിട്ടുണ്ട്. ഹൈ ഡാഡി, നമ്മൾ അഗൈൻ യൂട്യൂബിൽ വന്നിരിക്കുകയാണ്. യുവിക്കുട്ടൻ എന്ത്? യുവിക്കുട്ടൻ ടാറ്റ പറഞ്ഞേ. ടാറ്റ. യുവിക്കുട്ടനെ കണ്ടിട്ട് യുവിക്കുട്ടൻ വലുതായിട്ട് വണ്ണമൊന്നും വെച്ചില്ല. എന്തിനാ ഈ വണ്ണം വെക്കുന്നത്? വണ്ണം വെച്ചില്ലേലും ആരോഗ്യമുണ്ട്, അത് പോരെ. ടിപ്പിക്കൽ മദർ ആവാതെ.
പിന്നെ ഇച്ചിരി കുരുത്തക്കേടുണ്ട് നേരത്തെ കാട്ടിയാണ്. പാപ്പ യുവിക്കുട്ടനെ കണ്ടിട്ട് സന്തോഷം പ്രകടിപ്പിക്കും. ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. ഉമ്മ പറഞ്ഞ് വലിയ മാറ്റമൊന്നുമില്ല, കുരുത്തക്കേടുണ്ടെന്ന്. അത് ഉമ്മ. അതാരാ? ആരാ? യുവിക്കുട്ടനാണ്. എടാ ഉപ്പായ മോനെ അടുപ്പിച്ചടുപ്പിച്ചൊന്നിരുത്തേ. ഉപ്പ വരുമ്പോ എടുത്തേ. ഓ അവനതൊക്കെ എടുത്ത് കളിക്കാനല്ലേ. ഗ്ലാസ് കൊടുക്കാനാണ് പറയുന്നത്. അത് വെള്ളം ഉണ്ടെന്ന് നോക്കിയതാടാ. അങ്ങനെ നമ്മുടെ ഫുഡ് വന്നിട്ടുണ്ട് ഗൈസ്. ഞാൻ അപ്പം മുട്ടക്കറിയാണ്, മുട്ട റോസ്റ്റുമാണ് ഓർഡർ ചെയ്തത്. മൈ സെയിം മസാല. അപ്പം ഇഡ്ഡലി വട സെറ്റ്. സച്ചു എന്തോ ഓർഡർ ചെയ്തേ? നീ ഒന്നും ഓർഡർ ചെയ്തില്ലേ? ഓക്കെ. അപ്പോൾ ഇനി കഴിക്കട്ടെ ഗൈസ്. ഗൈസ് നിങ്ങൾ കാണുന്നുണ്ടോ ചൂട്? 50 ഡിഗ്രിയാണ് ഇപ്പോൾ. ഭയങ്കര ചൂട് സഹിക്കാൻ വയ്യ. യുവിക്കുട്ടിനൊക്കെ വിയർത്ത് ഒലിച്ച് സച്ചൊക്കെ കണ്ട് തളർന്ന് ചത്ത് കിടക്കുന്നു. പിന്നെ ഇത്രയും നേരം കരഞ്ഞോണ്ടിരിക്കുകയായിരുന്നു ഞാൻ. ഇതാ വിയർത്തൊലിച്ച്. അയ്യോ, നമ്മളപ്പോൾ നാടെ വീടെത്താൻ ഇനി എത്ര മിനിറ്റ് ഉണ്ടോ? അപ്പോൾ വീടെത്താൻ 15. നമ്മൾ 15 മിനിറ്റ്സിനുള്ളിൽ വീടെത്തും ഗൈസ്. നിങ്ങളുടെ വീട്ടിലോട്ട് പോകുന്ന റോഡാണിത്. കട എത്തി ഗൈസ്. ഇതാണ് ഞങ്ങളുടെ കട. പാക്കിംഗ് ഓഫ് സ്പൈസസ്. നമ്മളിപ്പോൾ നേരെ റൂമിലോട്ട് പോവാണ്. നമുക്ക് കടയൊക്കെ ഞങ്ങൾ പിന്നെ കാണിക്കാം അല്ലേ പാപ്പ? കടയുടെ ഒരു അതാണ് ഇവിടുത്തെ പഴയ രാജാക്കന്മാരുടെ കോൺഫറൻസ് ഹാൾ. അതിപ്പോൾ റിനോവേഷൻ ചെയ്തതാണ്. ഇതോ അതുകൊണ്ട് ഈ പള്ളിയുടെ ഇത് ഓക്കെ ഓക്കെ. ഇതാണ് പാപ്പയുടെ അറബാബിൻ്റെ വീട്. നൈസ്. അപ്പോൾ ഗൈസ് ഞങ്ങൾ എൻ്റെ വീടെത്തി. ഇനി ഒന്ന് ഫുഡ് കഴിക്കണം. ഉച്ചയായപ്പോൾ തന്നെ. എന്നിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങണം എനിക്ക് നന്നായിട്ട് ഫ്രഷായിട്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ ഗൈസ്. അപ്പോൾ ഇനി ഇവിടുത്തെ മസ്കറ്റ് വ്ളോഗുകളായിട്ട് ഞാൻ വരുന്നതാണ്. സോ സീ യു സൂൺ ഓൺ നെക്സ്റ്റ് വീഡിയോ. ബൈ.